എന്തായി റിസൾട്ട്? നീ തോറ്റു. അച്ഛാ, ഗുഡ് ന്യൂസ്. ദാ സ്വീറ്റ്സ്. തോറ്റതിനോ ജയിച്ചതിനോ? എടുക്കച്ചാ, പറയാം. നീ വിവരം പറയടാ. ഏട്ടാ, എന്റെ റിസൾട്ട് രണ്ടാമത് പറഞ്ഞാ മതി. ആദ്യം ജാനിക്കുട്ടിയുടെ കാര്യം പറ. എടി, നീ തോറ്റിട്ടൊന്നുമില്ല. നിനക്ക് ഡിസ്റ്റിങ്ഷനുള്ള മാർക്കുണ്ട്. സത്യം? ആണടി. എന്റെ ഈശ്വര, രക്ഷപ്പെട്ടു. അവക്ക് എത്ര ഏട്ടാ ജാനിക്കുട്ടിക്ക്? അത് പറഞ്ഞില്ലല്ലോ. അവള് തോൽപ്പിച്ചു കളഞ്ഞു. തോറ്റോ? ആരെ തോൽപ്പിച്ചെന്നാ? തെളിച്ചു പറയടാ. അവളുടെ വീട്ടുകാരെ, രത്നമ്മ ടീച്ചറിനെ. സസ്പെൻസ് ഇടാതെ പറയേട്ടാ. എടി, അവൾക്ക് എല്ലാത്തിനും ഇത്തവണ A+. മുഴുവൻ A+? അതെ അമ്മേ. എനിക്കതിന്റെ ലഡുതാ. അവക്ക് എല്ലാത്തിനും A+ കിട്ടിയതിന്റെ രഹസ്യം എന്താണെന്നറിയോ? എന്താടി? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. എന്റെ കൂടെ കൂട്ടുകൂടിയിട്ട്. മനസ്സിലായോ? ഇവൾക്ക് ഇത്രയും മാർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാ. ജാനിക്കുട്ടിയുടെ കൂടെ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ പോയതുകൊണ്ട്. ഓക്കെ, സമ്മതിച്ചു. പരാതിയില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജാനിക്കുട്ടി ഇനി എന്ത് ചെയ്യും? അവള് പഠിക്കട്ടെ അല്ലടാ. അവര് പഠിപ്പിക്കുവോ? എല്ലാറ്റിനും A+ വാങ്ങിയ കുട്ടിയെ അവർ പഠിപ്പിക്കാണ്ടിരിക്കോ? പഠിപ്പിച്ചില്ലെങ്കിൽ? അതൊരു പ്രശ്നമാണല്ലേ. അവളുടെ കാര്യത്തിൽ ചിലപ്പോ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വന്നെങ്കിലോ? എന്ത് തീരുമാനം? ആദ്യം അവളെ പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. പഠിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൾ ആര് പഠിപ്പിക്കുമെന്ന് തീരുമാനിക്കണം. അവർക്ക് പഠിപ്പിക്കാൻ മനസ്സില്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ. മൂന്നാമതായിട്ട് അവിടെ നിർത്തി പഠിപ്പിക്കണോ നമ്മൾ ഏറ്റെടുത്ത്, അതായത് ഏട്ടൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കണം. അതൊരു ഗൗരവമുള്ള പ്രശ്നമാണല്ലോ. ഇനി ഒരു കാര്യം കൂടി ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അതെന്താ? അവര് ജാനിക്കുട്ടിയെ പഠിപ്പിക്കാനും തയ്യാറല്ല, കല്യാണം കഴിപ്പിച്ചു തരാനും തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. അങ്ങനൊരു പിടിവാശി എടുക്കേണ്ട കാര്യം എന്താ അവർക്ക്? രത്നമ്മ ടീച്ചറല്ലേ, ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പഠിച്ചാടോ 18 ബയറ്റിന്നിരിക്കും. അതുകൊണ്ട് ആശ്രയിക്ക് എന്താ നേട്ടം? ദ്രോഹവാസനയുള്ളവർക്ക് മനുഷ്യരെ ദ്രോഹിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ പറ. ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോരാനൊന്നും പറ്റത്തില്ല. അത് പിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് കേസും കോടതിയൊക്കെ ആവും. അതൊന്നും വേണ്ട. അവർക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ തരട്ടെ. അവൾ പഠിക്കാൻ മിടുക്കിയ. നമ്മുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും പഠിപ്പിക്കുകയും ചെയ്യാം. അവൾ നല്ല പൊസിഷനിൽ എത്തുകയും ചെയ്യും. അവര് സമ്മതിക്കുന്നില്ലെങ്കിൽ ഏട്ടനും ജാനിക്കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്തൂടെ? വഴക്കിനൊന്നും പോണ്ട അച്ഛനും മോനും. എന്തായാലും അവളെ ഞാനൊന്ന് വിളിക്കട്ടെ. കൺഗ്രാറ്റ്സ് അറിയിക്കണ്ടേ?